Hello guys, welcome back to our channel. My name is Abhay Joinwai. Anandita. So again we are back with Abhay's full movie scene reaction. Yeah, so let's get started. But also, if you're new to this channel, guys, please do subscribe and also click on the notification bell. Yes, and also please follow us on Instagram. Yeah, तो चलो शुरू करते हैं. Yes. എടാ മോനെ അപ്പൊ നിങ്ങൾ ഇതുവരെ അമ്മാണ് ഇത്ര ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേർ സർപ്രൈസ് ആയതുകൊണ്ടാണ്. അയ്യോ അങ്ങനല്ല, നമ്മളിങ്ങനെ അധികം പരിചയമില്ലാത്ത ഒരാളുമായിട്ട് പെട്ടെന്ന് പിന്നെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ അയ്യോ മോനെ, ഇത് നിന്റെ പ്രശ്നമെന്ന് ആര് പറഞ്ഞു? ഈ രംഗണ്ണനെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഈ സ്ത്രീകളുമായിട്ട് ഇടപഴകിയേ വലിയ ശീലമില്ലാത്തോണ്ടാ. ഇടപഴകി അമ്പാടി ഞാൻ ഇടപഴകല അണ്ണന്റെ ഇടപഴക. അതായത് അണ്ണൻ കഴിഞ്ഞ വർഷം ഒരു കല്യാണത്തിന് പോയപ്പോ ഒരു സ്ത്രീ അണ്ണന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. ഇടപഴകാൻ യാതൊരു സാധ്യതയില്ലാത്ത സാഹചര്യം. അന്ന് അണ്ണന്റെ ഇടപഴകൽ നിങ്ങൾ കാണുമായിരുന്നു. നിങ്ങൾക്ക് അണ്ണന്റെ ഇടപഴകലിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇനി മേല അണ്ണന്റെ ഇടപഴകലിനെ പറ്റി ഒരു അക്ഷരം മിണ്ടി പോകും. ഞാൻ കേട്ടാ? That's all. ഹലോ എന്താണ് അവന്മാര് പോയിന്? ആര്? ആ ഹിന്ദിക്കാര് പറയണ്ടേ, എന്തോ സീനുണ്ട് നോക്കട്ടെ. അണ്ണാവന്മാരോടെ പോയാലും പൊക്ക എനിക്കറിയാണ്ണ. അണ്ണൻ വെറുതെ ബർത്ത്ഡേ മാസമായിട്ട് ചുമ്മാ. ഇതൊക്കെ ഒരു സബ്ജക്റ്റാണ്. ഹീറ്റാവില്ല അണ്ണ. പിന്നെ പറയാം. പുള്ളിയുടെ മൂഡ് ശരിയാണ്. They won't be able to tell. Oh. അണ്ണനെ കൂളാക്കാൻ എനിക്കറിയാം. നമുക്കൊരു ഗെയിം കളിച്ചാലാ? എന്റെ പൊന്നോ, നേരത്തെ ഒരു ഓട്ടപ്പെടുത്തം കളിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പഴാ അണ്ണനത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നാണുമ്പ് വീട്ടിൽ He loves Bibi. റെഡി റെഡി ബട്ടറി നരേന്ദ്ര പ്രസാദ്. Singham. I told Singham. ഓടുന്നു. ആ, മൂന്നോ. ഓടരുതമ്മ, ആളെ അറിയാം. താളവട്ടോ. ആ മല സൂര്യൻ മാൻ സൂര്യമാനസം കല്യാണരാമൻ. ഇത് ഈസിയാണ്. ടഫ് കൊടി സ്റ്റാർട്ടിങ്ങിലാണ്. ഇത് മതി. ഓക്കെ ഇത് പറ. ബേബി പോണേ. പഴശ്ശിരാജ വടക്കൻ വീരഗാഥ. തച്ചോളിയോധനൻ അല്ല? ബ്രില്യന്റ്. Oof, brilliant. മനസ്സിലായില്ല? വാളുപേട്ട അപ്പോ കത്തി ചോട്ട
this? How come this is relative? They are not able to understand. Shangri-La. He's getting angry. അമ്പാണേ അണ്ണാ ശ്രദ്ധിക്കാൻ പറ. ശ്രദ്ധിക്കണം അങ്ങോട്ട്. ഏയ് ടൂൾസിലേക്ക്. Alright. How this is relevant? He's not able to express. Alright. ശ്രദ്ധിക്കടാ. പടയോട്ടം, പടവെട്ട്, മാമാങ്കം, All the movies. വീരാളിപ്പട്ട്, നിർമ്മാല്യം, കിരീടം, ചെങ്കോൽ, Alright. മാർത്താണ്ഡവർമ്മ, ഉമ്മിണിത്തങ്ക, ഉമ്മിണിത്തർച്ച, അല്ല, ഗുരു, കർമ്മം, നവീഷ്കർ, കാലപ്പാടി, കാഴ്ച, ഇതല്ല, പരമ്പര, നീശമാധവൻ, പഞ്ചാബി ഹൗസ്, തെങ്കാശിപ്പട്ടണം, കാര്യസ്ഥൻ, അല്ല, ഞമൻ, ബാലേട്ടൻ, രാവണപ്രഭു, രാക്ഷസ രാജാവ്, രാജാതിരാജ, പോക്കി രാജ, മധുരൻ രാജ, രാജമാണിക്യം, ചോട്ടാ മുംബൈ. Correct. He just continues telling all the movies. He got it. He got saved. അമരെ കിട്ടി. കൊന്നേക്കാൻ പാടെ. അണ്ണാ ഇവിടെ വെച്ചാ ഇപ്പൊ ഇവിടെ നിൽക്കില്ല. ഇന്നെവിടെയെങ്കിലും അടച്ചു വെക്കി. നാളെ കൊല്ലാം. നാളെ കൊല്ലാം. ഏ അമ്മ ഇന്നത്തെ കളി ഭയങ്കര ടയർഡായിട്ട്. ഏ സാക്കോ സാക്കോ വണ്ടി വണ്ടി. 2 days എല്ലാവർക്കും ഓഫ്. ഇതുപോലത്തെ ഓട്ടമെടുത്തോ സാറ്റുകൾ ഏതാണ്ടുണ്ടെങ്കിൽ വിളിക്കണേ. ആ ഞാൻ വിചാരിച്ചെന്റെ കന്യോട്ടാണ്. മിസ്സായല്ല. സാറിൽ നമുക്ക് അടുത്തോളം നോക്കാം. പിന്നെ അണ്ണൻ്റെയും തുടക്കം ഇവിടെ നിന്നാണല്ലോ. നല്ല രാശിയുള്ള സ്ഥലവും. പോട്ടാ. ഓക്കോ. എടാ നീ എന്തോ ഈ കാണിക്കുന്നേ? ഈ കത്തിയൊക്കെ എന്തോനാടാ? Blood. This is the same story. wall, I think. Flashback story was there. With the blood, he painted the wall. അയാള് പറഞ്ഞൊക്കെ ഉള്ളതായിരുന്നടാ. ഈ ചേട്ടനെ കൊന്നതും ഭിത്തിയിൽ പെയിന്റ് അടിച്ചതൊക്കെ അത് ഇവിടെ വെച്ചായിരുന്നു. എടാ എടാ
ഭിത്തിയിൽ പെയിന്റ് അടിച്ച്. പക്ഷെ ഈ ചേട്ടനെ കൊന്നത് മാറ. എന്താടാ അങ്ങോട്ട്? Okay. We all are He now was the worried story. here. Gas truck now. Now there is no point of running. They have already been trapped. They cannot get out of this place. എടാ എൻ്റെ ഫോൺ ഇവിടെ മറന്നു വെച്ചടാ. അല്ല മക്കളെ, നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലേ? എന്താ ഓർത്തിക്കണേ? ചേച്ചി ഇന്നൊന്നും ഇവിടെ നിൽക്കാൻ പറ്റുമോ? പ്ലീസ് പ്ലീസ് ചേച്ചി, പ്ലീസ് ചേച്ചി, പ്ലീസ്. നിൽക്കാം. ഫുൾ പേയ്മെന്റ് കിട്ടിയതാ. They are scared. Don't want thinking. You people are climbing on my head and dancing. എന്താ സാറേ? വേണ്ടാന്ന് വിചാരിക്കുമ്പോ നീയൊക്കെ എന്റെ തല കയറുന്ന തുള്ളാണ്. എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, നോക്കണേ അവിടെ. The days are passing. എടാ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? വീട്ടിൽ പോണ്ടേ? അടുക്കള ശവം കിടക്കുമല്ലേ, ഞാനങ്ങ് വരുന്നില്ല, നിങ്ങൾ They're closing the shops. എന്നാ പിന്നെ നമുക്ക് കിടന്നുറങ്ങാല്ലേ? ഈ കബഡികളെ പറ്റി എന്താ അഭിപ്രായം? ഭാരത സർക്കാർ ഈ കബഡി സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന്, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നാളെ രാവിലെ എഴുതി തന്നാൽ മതി കളിയാ. അവര് പ്രാന്തം കണ്ടാണ്ടാ, ആളെ പരീക്ഷയാണ്, നമ്മൾ പഠിച്ച് നമുക്ക് കൊള്ളാം. ആ കബഡി കബഡിയെ പറ്റി അല്ലെങ്കിൽ വേറെ എന്തിനെ പറ്റി സംസാരിക്കാം. ക്യാരം ബോർഡിനെ പറ്റി സംസാരിച്ചാൽ കോയിൻ കൂട്ടുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? കുറച്ചു നേരം ഇവിടെ നിൽക്കടാ, ഇവിടെ സംസാരിച്ചിട്ട് പോടാ. ನನ್ನ ಬ್ಯಾಂಕ್ ഒരു 10-34 കൊല്ലമായി ഇവിടെ വന്നിട്ട് കാശ് നീ തരാനുണ്ടെങ്കിൽ എങ്ങനെ മേടിക്കണമെന്ന് എനിക്കറിയാം. നീ എൻ്റെ അടുത്ത് കൂടുതലും ഉണ്ടാക്കല്ലേ. നമ്മളിനി എവിടെ പോയിരിക്കും? എങ്ങോട്ട് പോകുന്നു വെച്ചാൽ നിന്റെ കൂടെ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ പ്രതികാരവും പണ്ടാരൊന്നും വേണ്ട. ആ ഇനി എല്ലാം കൂടെ എൻ്റെ തലേ കൊണ്ടിട്ട് മനുഷ്യന്റെ മനസ്സമാധാനം പോയി. ഞാൻ ഇല്ലട്ടാ വീട്ടിലോട്ടിനി. പിന്നെ എങ്ങോട്ട് പോകാനാ? വല്ല റോഡിലും പോയി കിടക്കാനോ? ഇതിലും ഭേദം അതാ. എടാ നിങ്ങൾ ഫ്രീ ആണോ? ഫ്രീ ആണ് ഫ്രീ ആണ് ഫ്രീ ആണോ? ആ എന്നാ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ ഒന്ന് വരുവാടാ. എവിടെ വേണേലും പോവാ. നിങ്ങൾ വരുന്നില്ലേ? ആ പിന്നെ ഞാനല്ലേ വരണ്ടേ? വാ വാ. എടാ എനിക്ക് തരാനുള്ള പൈസക്ക് ഷവർമ കഴിക്കുന്നു. എന്താ നീ എന്നെ പറ്റി വിചാരിച്ചേ? നന്ന ബാംഗ്ലൂരു 10-36 കൊല്ലം ഇവിടെ വന്നിട്ട് എടാ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല കേട്ടോ. ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടെന്ന് ആലോചിക്കും. നിനക്കൊന്ന് ആലോചിച്ചൂടെ? ഞാനെങ്ങനെ ആലോചിക്കുന്നു? നിങ്ങളല്ലേ എപ്പോഴും ആലോചിക്കും. കണ്ടവന്മാരെ, എടാ നിന്നെയൊക്കെ വെട്ടി പൂളി ശരിയാക്കി കളയും, മനസ്സിലായോ? വെച്ച് കീച്ചിക്കളെ നിന്നെയൊക്കെ. ഡാ ആരാന്നറിയാമോമാര്? കണ്ടതല്ലേ കോളേജിന്റെ ഫ്രണ്ടിൽ എന്തോ നടന്നേന്ന്. സോറി ഏട്ടാ, പ്രശ്നം ഉണ്ടാകല്ലേ. സോറി. ഒരുമാതിരി പോക്കരുതര കാണിക്കരുത്. ഇവന്മാരെന്തോടാ ഗുണ്ടാളോ? ഗുണ്ടല്ലേ? താൻ ഇതിനാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഇതിനാ വാ അടിക്ക്. വണ്ടി എടുക്കണം. പോവില്ലേ? പോണോ? ഒരടിയെങ്കിലും അടിക്കണം. എടാ പോവില്ലേന്ന്. എടാ കമ്പനിയിൽ ഒരു പരിപാടി കൊണ്ടാ. ഒന്ന് നിൽക്കണം. They made them come here just to, like, meet with ആ those ജികെ guys. എന്ന് പറഞ്ഞ മോന്ത കണ്ടപ്പോ തുടങ്ങിയതാ. അവന്റെ 36 കൊല്ലം എന്നെ ബാംഗ്ലൂരു തിരുവനന്തപുരം തോന്നടാ.
कर देना मुझे। Oh, they got kidnapped. Nice look. Mexican gangster. Same costume, sir. Oof. Now there is no point of study. ಬಂದ್ರ ಲೇ ರಂಗ ಜೊತೆ ತುಂಬ ಆಟ ಆಡ್ತಾ ಇದೀಯಾ? ಅವನು ಯಾವಾಗಲೂ ನನ್ನ ಜೊತೆ ಇರ್ತೀನಿ ಅನ್ಕೊಂಡ್ಯಾ? ಟೈಮ್ ಬರಲಿ, ನಾನೇ ಅವನ ಗಾಳಿ ಮಾಡಿದ್ದೀನಿ. നേക്കു കന്നഡ ಗೊತ್ತಿಲ್ಲ. മലയാളത്തിൽ മാതാടി, എനിക്ക് മലയാളം നന്നാ മനസ്സിലാവും. എടോ മര്യാദയ്ക്ക് പഠിക്കാനായിട്ട് ബാംഗ്ലൂർ നിന്ന് ഞങ്ങളെ ഈ മലരന്മാർ ഒരു കാര്യമില്ലാതെ കൊണ്ടിട്ട് പട്ടിയെ തല്ലുപോലെ തല്ലി. എന്നിട്ട് ഈ മലരന്മാരത്തുള്ള കലിപ്പ് തീർക്കാൻ വേറൊരു വലിയ മലരന്റെ അടുത്ത് പോയി. ആ മലരനെ കൊണ്ട് ജീവിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഈ മലരന്മാരെല്ലാം കൂടെ ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് തന്റെ മലരോർത്താനും മൊത്തം ഞങ്ങളെ കേൾപ്പിക്കുന്നത്. താനൊന്ന് മലരോണ ചെയ്യും. ഞങ്ങൾക്കൊരു മലരും ഇല്ല. മലര് എനിക്ക് ഇഷ്ടം മലയാളം അറിയില്ല. ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ಮಾಡಿ. താൻ എന്തെങ്കിലും ആടറോ? കൊല്ലുന്നെങ്കിൽ കൊല്ലുമാടി. നിന്നെ ഞാൻ എന്തിനെ കൊല്ലണം? എനിക്ക് രംഗ വേണം. അവൻ എൻ്റെ സ്റ്റൈല്, എൻ്റെ കോസ്റ്റ്യൂം, എൻ്റെ ഐഡന്റിറ്റി എല്ലാം മോഷ്ടിച്ചു. വെളിയിൽ പോയാ രംഗമാരിയെ ഷർട്ട് പോട്ടിരിക്കും, വെളിയിൽ പോയാ രംഗമാരിയെ പാൻറ് പോട്ടിരിക്കും. അങ്ങനെ എല്ലാവരും പറയണം. അവനാ എന്നെ പോലെ ചെയ്തേക്കണത്. ഞാൻ അവനെ പോലെ അല്ല. சொன்னப்ப அவனை ഞാൻ ചവിട്ടിക്കൊള്ളും. ഡിസൈനർ ഉഷാറ്. രംഗ തനിച്ചിരിക്കുമ്പോൾ എനിക്ക് കാൽമാടി. അവന് ആരോട് സ്നേഹമില്ല. നിന്നോട് സ്നേഹമില്ല, എന്നോട് സ്നേഹമില്ല, ആരോട് സ്നേഹമില്ല. അവൻ അവന്റെ ചേട്ടനെ കൊണ്ടതാ. നാളെ നിന്നെയും കൊല്ലും. കഴിഞ്ഞ പോട്ടാ പോയിക്കോ. അണ്ണവന് വെള്ളവിടാണോ? അടച്ചി പാടാ. Okay, he's also here. നീ ഇതെന്ത് ധൈര്യത്തിലെ ഈ തെറുമുഴും വിളിച്ചേ? നീ പോയി കയറ്റി പറ. എടാ എൻ്റെ ഡയലോഗ് കേട്ടിട്ടൊന്നും അല്ല അയാൾ നമ്മളൊന്നും ചെയ്യാത്ത. രംഗയോടുള്ള പേടിയുണ്ട്. അപ്പോൾ രംഗച്ചേട്ടൻ പോയി കഴിഞ്ഞാൽ അയാൾ നമ്മളെല്ലാം ചെയ്യുമോ? ആദ്യം നമുക്ക് 1 വർഷം തീർക്കാം, എന്നിട്ട് ബാക്കി ആലോചിക്കാം. അതെങ്ങനെ തീർക്കും? അയാളത്തെ ഡയറക്റ്റായിട്ട് പോയി കാര്യം പറയും. എപ്പോ? ഇപ്പോഴാ? They are going to talk to him in that same bar, Mayuri bar. What happened? എന്റെ കൂടെ നിന്ന് എന്റെ ദുഡ് വാങ്ങിച്ച് എന്റെ ഫുഡ് തിന്ന് എന്റെ വണ്ടിയിൽ കറങ്ങിയിട്ട് നിന്റെ ഇഷ്ടത്തിന് പോണം അല്ല? അണ്ണാമർക്ക് മലയാളം മനസ്സിലാവണം. പഠിച്ച് പരീക്ഷ എഴുതി കാണാൻ പാടെ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാത്തായിട്ട് കേൾക്കോളി. सॉरी भैया, माफ कर दो. साइड पिड़ी आवड़ा अपने कोला आवड़ा एली तूल कोड़ी यार माफी चाहिए ना ಕೊಡ್ತೀನಿ. ಬೇರೆ ಯಾರು ನಾ എൻ്റെ അമ്മക്ക് പ്രോമിസ് അല്ലെങ്കിൽ ഇവിടെ മോനെ സൈസ് പിടി കൊന്നേക്ക് ഇവിടെ എല്ലാവരും മാറി അവൻ കൊല്ലട്ടെ മാറി മാറി. मैं माफ कर दो भैया.
എടാ മോനെ കുഴപ്പമില്ല. നെക്സ്റ്റ് നീ കൊന്നോ. വേറെ 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 ആരും കൈക്ക് വെക്കുമ്പോ ഇല്ല ಬೇಡ ചോറി തെറിക്കുവാൻ ബാത്റൂം തകൊണ്ടോകൂ. കാണും വരുന്നുണ്ട്. കാണണം പാടപണ കാണാം. They're completely stuck. Again they came back here. എന്താ ചെയ്യണ? ഞാൻ പോവാ വീട്ടില്. വീട്ടിലാ? ആ. അപ്പൊ പഠിത്തോ വെട്ടാനും കുത്താനുള്ള വിദ്യാഭ്യാസമല്ലേ? തൽക്കാലം എന്തായാലും എനിക്ക് വേണ്ട. ഞാൻ വീട്ടിൽ പോയി വല്ല പണിയെടുത്താലും ജീവിച്ചോളാം. എടാ ഞാൻ എൻ്റെ അമ്മയടുത്ത് എന്തോ പറയും. ഏയ് നീ ഒന്നും പറയണ്ട. നീ വെട്ടുകൊണ്ട് ചത്ത് കിടക്കത്തില്ലേ? അപ്പൊ പോലീസുകാർ പറഞ്ഞോളും നിന്റെ അമ്മയുടെ. എടാ അങ്ങനെയൊന്നും ഉണ്ടാവൂലടാ. ഉണ്ടാവൂലെന്ന്. എടാ അയാൾ ആ കത്തി എൻ്റെ കയ്യിൽ തന്നപ്പോൾ ആ 1 മിനിറ്റ് ഉണ്ടല്ലോ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു കേട്ടില്ലേ, എടാ മോനെ നീ നെക്സ്റ്റ്, നീ നെക്സ്റ്റ്, ഞാൻ നെക്സ്റ്റ് അല്ല പോടാ. എന്നിട്ട് നിനക്കൊന്നും പറ്റില്ലല്ലോ. പറ്റില്ല. നോക്കടാ നോക്ക്. എടാ ഇത് കണ്ടാ മൂത്രമാടാ മൂത്രം. ഇനി ഇതിന്റെ നീ ഇവിടെ കിടന്ന് വെട്ടുകൊണ്ട് ചാവോ എന്തോന്ന് വെച്ചാ ചെയ്യും. ഞാൻ പോന്നു. എടാ അയാൾക്ക് കൊല്ലണമെങ്കിൽ നാട്ടിൽ ഒന്ന് കൊന്നൂടെ? बात तो सही है. എടാ അവിടെ പോണ് വെള്ളം കുടിക്കാൻ. എടാ എന്തറാ ശവം കിടക്കുന്നടാ. എനിക്ക് പേടിയാടാ. In the kitchen. He's not scared anymore. Has shown some courage. Totally stuck. നമുക്കൊരു കുഴപ്പമുണ്ടാവും. കാരണം എന്താ? എടാ അയാൾക്ക് നമ്മളെ ആവശ്യമില്ല. അളിയാ ഹിന്ദിക്കാരന്മാർ പോയപ്പോൾ അയാൾ പ്രശ്നം ഉണ്ടാക്കിയത് അവന്മാർ ഫൈറ്റേഴ്സ് ആയോണ്ടാ. അവരെ കൊണ്ട് അയാൾക്ക് പ്രയോജനമുണ്ട്, നമ്മളെ കൊണ്ട് അയാൾക്ക് എന്ത് പ്രയോജനമുണ്ട്? പിന്നെ നിന്റെ അല്ലെന്ന് കത്തി വന്നിട്ട് അയാൾ തിരിച്ചു വാങ്ങിച്ചില്ലേ? എടാ അയാൾക്ക് അറിയാം നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്ന്. പിന്നെന്തിനാ അയാൾ നമുക്ക് വേണ്ടി കുട്ടിയെ തല്ലാൻ പോയതൊക്കെ? ആ നമുക്ക് വേണ്ടിയിട്ടാ. അയാൾ നമുക്ക് വേണ്ടിയിട്ടാണോ കുട്ടിയെ തല്ലിയത്? എടാ അയാളത് അയാൾക്ക് വേണ്ടിയിട്ടാണ് തല്ലിയത്. എടാ ഈ അടി ഇടി വെട്ട് കുത്തെന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കൊരു എന്റർടൈൻമെന്റ് ആണ്. അയാൾക്കാതൊന്നുമില്ല പറ്റൂല. എടാ നമ്മൾ പിടിച്ചു വലിച്ചോണ്ട് പോയാണ് ആ കുട്ടിയെ തല്ലിച്ചത്. നമ്മൾ ഒന്നില്ലെങ്കിലാണ് നമ്മൾ തല്ലുന്നല്ലേ പറഞ്ഞേ? അല്ല നമ്മളല്ലേ കുട്ടിയെ തല്ലാൻ. അളയാ Okay, man. This Now they are just like totally talking. stuck after What the birthday. They got to know a lot of the things, and they got to know they can be also killed, right? They can The also serious moment during the birthday time, and it Seriously. was seriously. Actually, they are now, their life is in danger actually, and they have a exam also, the retest that they need to pass, and their family is very decent family, right? They don't want Poor this family, right? poor family. They don't want this gangster kind of a thing and everything, like normal जो बोलते हैं ना एकदम normal people, common man. But now they are stuck badly, and they don't even know that whether this
the Ranga will need them or not, because they don't know, because Ranga is kind of a person like who is a gangster and who will definitely need And some it feels goons like, I only, don't but know, they are not goons, it right? feels like that he's a little Very bit much cracked. He's cracked right. only, actually, yes. And he loves this BB a lot. So every time he's just talking BB, my boy, like that. So Okay. what will happen in the next scene, I think that will be much more entertaining and much more interesting to see. True. Okay, so yeah, that is it for today's video. I hope you have enjoyed our reaction. If you do so, don't forget to subscribe our channel, guys, and also press on the like button to like this video and share this video with your friends and family. See you in the next video. Till then, bye.